ഇവിടെ ഇവരുടെ പ്രകടന പത്രിക LDFിൻ്റെ പ്രകടന പത്രികയിലെ ഒരു വിഷയം അവർ ഇന്ന് മുന്നോട്ട് വെച്ചത്, ഒന്ന് പഠിച്ചാൽ ജോലി ഉറപ്പ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നർ ജോലി രഹിതരായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ നമുക്കറിയാം വിദ്യാർത്ഥികളൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ തൊഴിലില്ല, ഒരു വ്യവസായ സംരംഭം പോലും ഇല്ല, PSC പട്ടികയിൽപ്പെട്ടവർക്ക് പോലും ജോലിയില്ല. കോളേജിൽ അർഹരായവർക്ക് പോലും കോളേജ് അധ്യാപകരായി ജോലി ലഭിക്കുന്നില്ല. പട്ടികയിലുള്ള എത്രയോ പേർ അതിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. പോലീസിൽ എത്രയോ PSC ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് നടയിൽ അവർ ശയനപ്രദർശനം നടത്തുന്നു, അവർ മണ്ണുവാരി തിന്നുന്നു. ഇതൊന്നും സർക്കാർ കാണുന്നില്ല. എത്രയോ പേർ സമരം നടത്തി, അവർ രക്തം ചീന്തി സമരം നടത്തി. ഇതൊന്നും സർക്കാർ കാണാതെ ഇപ്പോൾ പറയുകയാണ് പഠിച്ചാൽ ഉടൻ ജോലി ഉറപ്പ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവാക്കളെ ഇവർ കബളിപ്പിക്കുന്നത്? എത്രയോ യുവജനങ്ങളെയാണ് ഇത്തരത്തിൽ അവർ വിഡ്ഢികളാക്കി മാറ്റുന്നത്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പ്രകടന പത്രികയിൽ അവർ പ്രഖ്യാപിക്കുകയാണ് പഠിച്ചാൽ ജോലി ഉറപ്പ്. എന്തുറപ്പാണുള്ളത്? ഇതൊക്കെ യുവജനങ്ങൾ ഈ പ്രകടന പത്രികയൊക്കെ തള്ളിക്കളയില്ലേ?